ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തൊട്ട് കനിമോള് അംഗനവാടി പോയി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് അവളുടെ. അപ്പം ബാഗ് ഇട്ടപ്പോൾ തന്നെ ഫുള്ള് ഫോട്ടോഷൂട്ടായിരുന്നു. കാരണം അവൾക്ക് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നലെ ബാഗ് വാങ്ങിച്ചപ്പോൾ തൊട്ട് തോളിലിട്ട് നടക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം ആദ്യമൊക്കെ കുറച്ചൊക്കെ നടന്നാണ് പോയത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഓട്ടം വെച്ച് ഓട്ടമായിരുന്നു. അങ്ങ് നിൽക്കാൻ പറഞ്ഞിട്ടൊന്നും നിൽക്കുന്നില്ല, അങ്ങ് ഓടിപ്പോവുകയാണ്. പിന്നെ റോട്ടിലെത്തിയപ്പോൾ പിന്നെ ഭയങ്കര ഡീസൻറ്റ് നടത്തൊക്കെ ആയിരുന്നു കേട്ടോ. റോട്ടിലൂടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുകയാണ് ആൾ. അപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കരയൊന്നും അറിയാൻ വയ്യ, കരയത്തെന്നൊക്കെ പറഞ്ഞാണ് വിട്ടേക്കണത്. അവിടെ എത്തുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ കനിമോളുടെ അംഗനവാടി. അവിടെ എത്തിയപ്പോൾ പിന്നെ ആൾ പതിയെ ഒന്ന് സ്ലോ ആയിപ്പോയി, കാരണം അവിടെ നിന്ന് ഓട്ടം വെച്ച് ഓടിയാണ്. ഇവിടെ എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് നടക്കാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ടീച്ചർ വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവളെ നൈസായിട്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ചെന്ന സമയത്ത് 2 പിള്ളേരേ ഉള്ളായിരുന്നു, ചില പിള്ളേരൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നൈസായിട്ട് അവളെ അകത്തോട്ട് കൊണ്ടുപോയി. ഞാൻ വിചാരിച്ച നല്ല കീറി പൊളിച്ച് കരയുന്നതാണ് വിചാരിച്ചത്, പക്ഷേ ആ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ടീച്ചർ മെല്ലെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കളിപ്പാട്ടൊക്കെ വിതറിയിട്ടേക്കാണ് അവിടെ. അങ്ങനെ പിള്ളേരെ ചാട്ടം കളിയൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. ബാഗൊന്നും ഊരി വയ്ക്കുന്നില്ല, അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ ബാഗ് ഊരി വയ്ക്കാൻ പറഞ്ഞപ്പോൾ ആൾ ഇങ്ങനെ ബാഗൊക്കെ ഊരി വയ്ക്കുന്നുണ്ട്. കരച്ചിലൊന്നും ഇല്ല കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബാഗൊക്കെ ഊരി വെച്ചു. അങ്ങനെ ആ ഷെൽഫിൽ വെക്കാനുള്ളത് നേരെ അവൾ കസേര കൊണ്ടുപോയാണ് വെച്ചത്. അങ്ങനെ ടീച്ചർ വന്ന് എടുത്ത് ഷെൽഫിൽ കൊണ്ടുവച്ചു. അവിടെ നിന്ന് കളിച്ചോ? അങ്ങനെ അവൾ പോയിട്ട് ആ കസാര പോയിരുന്നപ്പോൾ ഒരു കൊച്ച് ഒരു കളിപ്പാട്ടൊക്കെ കൊണ്ടെടുത്ത് അവളെ നൈസായിട്ട് കൂട്ടുവിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവളങ്ങോട്ട് ആ കൊച്ചുമായിട്ട് അങ്ങ് അടുക്കുന്നില്ല പെട്ടെന്ന്. അങ്ങനെ അവൾ അങ്ങനെ പെട്ടെന്ന് ആരായിട്ട് അങ്ങോട്ട് മിങ്കിളാവില്ല. കുറച്ചൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ പതിയെ ആയിട്ട് നമ്മളടുത്തേക്ക് വന്നു തുടങ്ങും. അങ്ങനെയാണ് അവളുടെ ഒരു ക്യാരക്ടർ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ അങ്ങോട്ട് മാറി ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ പിള്ളേരായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നം കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന്, കരയോ ഇല്ലെന്നും അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. പ്രാർത്ഥന ചെല്ലുന്ന സമയത്താണ് ഞാൻ അവിടെ ഇല്ലാത്തത് അറിയുന്നത്. അങ്ങനെ ചുറ്റും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു, എന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല, ആൾ ഫുള്ള് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കരച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോന്നു. പിന്നെ വൈകിട്ടാണ് ചെന്നത്. പിന്നെ ടീച്ചർ വിളിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ വൈകിട്ടാണ് പോയത്. ഉപ്പുമാവൊക്കെ തിന്നാ? അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഉപ്പുമാവൊക്കെ കഴിച്ച് വരാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അവളെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരികയാണേ. ടീച്ചറെ അടുത്ത് ചോദിച്ചപ്പോൾ പിന്നെ അവൾ കരഞ്ഞിട്ടില്ല, നല്ല കുട്ടിയായിട്ട് ഇരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചർ ബാഗൊക്കെ ഇട്ടുകൊടുത്ത് ടാറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നത് അമ്മ മിഠായി വാങ്ങിച്ചു തരണേന്നാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു മിഠായി എടുത്തുകൊണ്ടാണ് ചെന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണും വരെ ബൈ ബൈ.